അതൊരാളല്ലേ ഉള്ളൂ. നിങ്ങളുടെ കൃഷ്ണൻകുട്ടിയും എന്റെ ആസാദിക്കയും. എന്റെ പൊന്നഭിരാമി, നിങ്ങൾ ശരിക്കുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൃഷ്ണൻകുട്ടി എന്റെ ബാപ്പ ശരിക്കും ആസാദിക്കയാക്കി മാറ്റേനെ. വീട്ടില് സ്വന്തമായിട്ടാണോ അലക്കുന്നത്? നമ്മുടെ വസ്ത്രങ്ങൾ നാം തന്നെ അലക്കണമെന്നാണല്ലോ. ആ, ചില കാര്യങ്ങളിലെങ്കിലും അച്ഛന്റെ പാത പിന്തുടരുന്നുണ്ടല്ലോ. കൊള്ളാം. എന്റെ കാര്യം വിട്. വെട്ടഞ്ചിറ ഭാസിയുടെ മോളെന്തിനാ സ്വന്തം വസ്ത്രങ്ങൾ അലക്കുന്നത്? ഇഷ്ടം പോലെ വേലക്കാര്. ഏറ്റവും കൂടിയ സംശയം, ഞാൻ വെട്ടഞ്ചിറ ബാസിയുടെ മോളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അച്ഛൻ പറഞ്ഞു. കാശ് കണ്ട ഏത് മരപ്പോത്തിനെയും കെട്ടുന്ന ആളാ. അതുകൊണ്ട് അവനെ ഒന്നും അറിയിക്കണ്ടെന്നാണല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ ഏത് രഹസ്യം അമ്മ അറിയും. അത് അപ്പൊ തന്നെ എന്റെ ചെവിയിലെത്തും. അതാ അതിന്റെ ഒരു സീക്രറ്റ്. സാധാരണ എന്റെ സീക്രറ്റ്സ് ഒന്നും ഞാൻ പുറത്തു പറയാറില്ല. ഒരുപാട് സീക്രട്സ് കൊണ്ട് നടക്കല്ലേ മോനെ. എപ്പോഴാ അത് നടുമ്പുറത്തേക്ക് ചാടുവിടാന്ന് പറയാൻ പറ്റില്ല. അവിടെ കരുതാക്കാണ് പറഞ്ഞില്ല. അപ്പോഴേക്കും നടുവ് ചോട്ടാൻ വേണ്ടി ഇവന്റെ ഇടി കൊണ്ട് ചാവുന്നില്ല, വേദം മുങ്ങി ചാവുന്ന. ഇവരൊക്കെ ആരാ? ആന്റപ്പനോട് നിന്നെയൊക്കെ പേടിച്ചിട്ടാന്ന് വിചാരിച്ചോ? അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് നിന്നെ ഓടിച്ച് ഇവിടെ എത്തിച്ച് ഓപ്പൺ എയർ വെസ്റ്റ് മൂത്രമൊഴിക്കാനും ഇടികൊള്ളാനും. ഓ, അന്ന് മുൻഷിയുടെ മകൻ കൃഷ്ണൻകുട്ടി അവൻ രണ്ടെണ്ണം പൊട്ടിച്ചതിന്റെ പ്രതികാരല്ലേ? ആർക്ക് ആദ്യം വേണ്ട വെച്ചാ പറ. 1 by 1 ആയിട്ട് വാ. അവർക്ക് നീന്തൽ അറിയാമായിരിക്കും അല്ലേ? എന്നെ ആരെങ്കിലും നോവിച്ചാ കാലിപ്പ് തീർന്നില്ല. പന്നിയോട് പേടിച്ചോ? ആക്ച്വലി ഇതൊക്കെ എന്റെ വസ്ത്രങ്ങളാ. അയാൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതന്നെ. അതെന്തിന്? പെണ്ണുങ്ങൾ അലക്കണതോ കുളിക്കണതോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിനിടയിലേക്ക് കയറും. എന്തിനാ? വഷളത്തരം കാണിക്കാനേ. വഷളന്മാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതെ, കുട്ടിയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ വഷളനല്ല. അന്ന് മറ്റേ ടീമിന് മാർക്ക് കൂടുതൽ കൊടുത്തതേ അവരെന്റെ അടുത്ത് കൊഞ്ചി കൊഴിഞ്ഞത് കൊണ്ടൊന്നല്ല. അഭിരാമി പോയോ? ആ അഭിരാമി, ഇവരുടെ ഒപ്പന അല്ല ഒപ്പന കണ്ടിട്ടുണ്ടോ? ഭയങ്കര ബോറാ. എടോ, ഒപ്പന എന്താന്ന് തനിക്കറിയോ? തല പോകുന്നിടത്ത് ചന്തി പോകരുത്. ഇങ്ങനെ. പിന്നെ ഒപ്പനയ്ക്ക് മൈലാഞ്ചി ഇടുക, അല്ലാതെ ക്യൂടെക്സ് അല്ല. അത് പറഞ്ഞപ്പോഴാ അഭിരാമിക്ക് നല്ല ചുവന്ന ക്യൂടെക്സ് ഞാൻ മുറിയിൽ മേടിച്ചു വെച്ചിരുന്നല്ലോ. എന്താ അത് ഇടാതിരുന്നേ? നല്ല രസമായിരിക്കും ഈ വിരലുകൾക്ക്. നല്ല നീണ്ട വിരലുകളല്ലേ? എനിക്കതൊന്നും ഇഷ്ടമല്ല. ഒരുമാതിരി ആണുങ്ങളുടെ സ്വഭാവം. എന്തിനാ ഓടിയത്? അത് രാവിലത്തെ ഈ എക്സസൈസ്. നിങ്ങളാണെന്നും പറഞ്ഞ് അഭിനയിക്കാൻ വന്ന ആളുണ്ടല്ലോ, ഇതുവരെ അഭിനയം നിർത്തിയിട്ടില്ല. വേഗം നിർത്തി പോവാൻ പറഞ്ഞേക്ക്. അവനൊരു പാവം വിവരം കെട്ടവനാണ്. അവനെ ഞാൻ പാക്ക് ചെയ്തോളാം ഒരു 3 ദിവസം. ഡോണ്ട് വറി. അവളെ തട്ടിയെടുക്കാൻ നോക്കല്ലടാ കുട്ടി ട്രൗസർ ഇട്ടവനെ. കൂടുതൽ നീ അവളോട് ശൃംഗരിക്കാണ്ടല്ലേ എന്റെ കൺട്രോൾ പോകും. നീ തന്നെ സ്ഥലം വിട്ടോ.
എടാ വിളിക്കുന്ന എന്റെ പിന്നെ ഇപ്പൊ തന്നെ പോയാ എല്ലാരും അറിയില്ലേ, പിന്നെ ചോദ്യം പറച്ചിലും ഒക്കെ ആയി. ഞാനിന്ന് രാത്രി പോയിക്കോളാം. പൊക്കോളൂല്ലോ. ഓ പിന്നെ എന്തിനാ കുന്നം പിഴിഞ്ഞ പോലെ നിക്കണേ? പോയല്ലക്കടാ. നേരമായിട്ടും എന്നെ ബലാത്കാരമായിട്ട് നീ എന്റെ പേട്ടൻ വിടടാ. നിന്റെ ജുബയും പൈജാമയും ഞാൻ അലക്കും, പക്ഷെ ഷഡ്ഡി അത് ഞാൻ അലക്കില്ല. അതിനെനിക്ക് എവിടെ നിന്നാണ് ഷഡ്ഡി? 14 കളർ കോണകങ്ങളുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് അലക്കിട്ടോളണം. പിന്നെ സോപ്പ് ഉപയോഗിക്കരുത്, കളർ ഇളകും. ഹായ് കുട്ടി നദി. എന്താണ് ഇത്? ഓടിച്ചോ വന്ന പട്ടി. ഇവനെന്താ പ്രാന്തായ? പാവത്താനാ. പെട്ടെന്നാവട്ടെട്ടാ. അച്ഛാ എല്ലാതും ഇറക്കെ സമയല്ലേ നമുക്ക്. എന്താണ് അച്ഛന്റെ ഈ പുറപ്പാടിന് പിന്നിൽ? ഇന്ന് രാവിലെ വിജയമ്മ മാഡവും മറ്റും പറയുന്ന കേട്ടു ഈ മെഡിക്കൽ ക്യാമ്പ് അച്ഛൻ സ്പോൺസർ ചെയ്യാൻ പോവാണെന്ന്. അതാ ചോദിച്ചത്, എന്താ ഇതിന്റെയൊക്കെ ഉദ്ദേശം? ഡോക്ടറെ അച്ഛാ. എന്താവശ്യമെങ്കിലും പറയാൻ മടിക്കരുതട്ടാ. ഇത് നമ്മുടെ സ്വന്തം മെഡിക്കൽ ക്യാമ്പാ. ഇതൊരു 1.5 ക്യാമ്പാക്കണം. നമുക്കിത് പൊരിക്കണട്ടാ. ഓക്കെ സർ. അച്ഛാ അച്ഛാ കാര്യം പറ. ഏയ് നീ ഒരാളെ നന്നാവാനും സമ്മതിക്കില്ലേ? ഇവിടെ നടക്കുന്നത് ആരുടെ കല്യാണ? 101 കല്യാണം, 100 കല്യാണം സ്പോട്ടെ. ബാക്കി 1 കല്യാണം സാരുടെയാ? നിന്റെ സ്വന്തം മോളുടെ കല്യാണം ഗംഭീരമായി നടത്താൻ ഏതൊരു അച്ഛനും ആഗ്രഹമില്ലാത്തത്? ഇതെങ്കിലും എന്റെ വകയിൽ നടക്കട്ടെ. സ്വന്തം മകളുടെ കല്യാണത്തിന് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തേണ്ടി വന്ന അച്ഛന്റെ ഹൃദയവേദന നിനക്ക് മനസ്സിലാവില്ല. മോനെ വെട്ടഞ്ചിരെ എന്നോട് കളിക്കല്ലേ. ഒന്ന് പോടി പെണ്ണ അവിടുന്ന്. എവിടെ എന്റെ മരുമകൻ? മോനെ മാമൻ വന്നിട്ടാ. ഇതുകൂടി കൊണ്ടോക്കോ, അല്ലെങ്കിൽ അത് മറന്നുപോയി ഇത് മറന്നുപോയി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നാണെങ്കിൽ ചുട്ടടി വെച്ചേരി ഞാൻ. എടാ രാത്രി പോയാ മതി എന്നല്ലേ നീ പറഞ്ഞത്? രാത്രി ആയിട്ടില്ലല്ലോ, നാളെ രാവിലെ. നീയൊക്കെ ഉണ്ടല്ലോ, സൂചി കയറ്റാനുള്ള ഒരിടം നിന്നിട്ടുണ്ടെങ്കിൽ തൂമ്പ കയറ്റി എന്റെ ജീവിതം നാനാവിധമാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യു ഗോ, ബെറ്റർ യു ഗെറ്റ് ഔട്ട്. പിന്നെ നീയല്ല ഞാനാണ് മുൻഷിയുടെ മോനെന്ന് അഭിരാമിക്ക് അറിയാം. അതുകൊണ്ട് അവള് നിന്നെ കെട്ടാനൊന്നും പോണില്ല എന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? 101 കല്യാണങ്ങൾ നടത്തുന്നതേ അവൾ ഒരാളെ മുമ്പിൽ നിന്നിട്ടാ. 100 പേരെ തട്ടേ കേട്ടിട്ട് അവക്ക് മാത്രം അങ്ങനെ മുങ്ങാൻ പറ്റുമോ? അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കില്ലേ എന്താ മുങ്ങിയെന്ന്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് ഒരാളെ കെട്ടിയേ പറ്റൂ. അതിനല്ലേ ഞാനിങ്ങനെ ഒരാൾ പോസ്റ്റ് അടിച്ച പോലെ നിൽക്കണേ. പിടിക്ക്. പിന്നെ നിന്നോട് എന്തെങ്കിലും ഒരു സ്നേഹം അവക്ക് ബാക്കിയുണ്ടെങ്കിൽ നീ പേടിക്കണ്ട, കംപ്ലീറ്റ് ഞാനത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് പുണ്യാഹം തളിച്ചോളാം. ആ ഡമോനെ, നീ കെട്ടുമ്പാണ്ടോ കേട്ട് എങ്ങട്ടാ പോണ്? അത് അച്ഛനെ കാണാൻ. അച്ഛനെ പെട്ടെന്ന് ഭയങ്കര പനി. സീരിയസാ? അല്ല, എലിപ്പനിയാവും. ഏയ് അല്ല. എങ്കി ഡങ്കി. അയ്യോ അതൊന്നുമല്ല, വെറുതെ കൊതിപ്പിക്കും. ചേട്ടാ ഇയാൾ അച്ഛനെ കാണാൻ വേണ്ടി പോവൊന്നുമല്ല, കല്യാണം മതിക്ക് സ്ഥലം വിട്ട് പോവാ. കാര്യം വേറെയാ. അല്ല. ഓ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. പോത്ത് അതാണ് വെട്ടഞ്ചിറ ബാസി. അയാളോടാണോ നീ അതും വിളിച്ചു കൂവുന്നേ? ഒന്നിട്ട് വാടാ. അപ്പൊ ആ പോയ ചേട്ടനാണോ എന്റെ ഭാവി അമ്മായിയച്ഛൻ? മോനെ റസ്കേ കൃഷ്. ക്രഷ്. നീ എന്റെ മോളെ കെട്ടാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഈ പണ്ടാരത്തിന് കൂട്ടു നിക്കാന്ന് പറഞ്ഞേട്ടാ. ഇപ്പൊ ആ വശപ്പശക്ക് ചെക്കന്റെ വർത്താനോ നിന്റെ ഈ പെട്ടിയിടിപ്പൊക്കെ കാണുമ്പളേ എനിക്ക് നിനക്ക് വേണ്ടി വേറൊരു പെട്ടി ഉണ്ടാക്കേണ്ടി വരുന്ന തോന്നണേട്ടാ. ഈ 6 അടി നീളുള്ളത് ഇങ്ങനെ കിടന്നു പോകാൻ പറ്റണത് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കല്ല ഗടി. നിനക്കറിയോ ഈ സമൂഹ കല്യാണം മുടക്കാൻ ഇത് മുഴുവനും ബോംബ് വെച്ച് തകർക്കാൻ തീരുമാനിച്ച ആളാ ഞാൻ. നീ ഇനി വാക്ക് മാറിയ ആ ബോംബ് മുഴുവനും നിന്റെ പെരപ്പുറത്തിട്ട് പൊട്ടിക്കും ഞാൻ. നീ പേടിക്കല്ലരാ, മാമ സ്നേഹം കൊണ്ട് പറയണല്ലേ. അതേന്നേ, കുട്ടിയെ കണ്ട പേട്ടത്തേങ്ങ പോലിരിക്കും. അതുകൊണ്ട് അവന്റെ അച്ഛനല്ല ആര് പറഞ്ഞാലും കുട്ടി അവന്റെ പട്ടി കെട്ടുള്ളൂ അവനെ അടുത്ത് ആദ്യം പറഞ്ഞത്. എന്നിട്ട് ഒറ്റ മലക്കം മറിച്ചില്ലാന്നേ. ആ ചൂടുമാറ്റം കണ്ടപ്പോഴേ എനിക്ക് എന്തോ തട്ടിപ്പ് തോന്നിയിരുന്നു. നോക്കിയേ, ആ തട്ടിപ്പാ നടക്കണേ. അവരെ കെട്ടും മട്ടും കണ്ടാലറിഞ്ഞൂടെ കുട്ടിയെ കെട്ടിയിട്ട് കിട്ടണ സ്ഥലത്തൊക്കെ ബാറ് പണിയാനുള്ള ആലോചനയാന്ന്. ഏയ് എന്ന് വെച്ച് കുട്ടി ചതിക്കുള്ളൊന്നും വീഴില്ല കേട്ടോ. വീഴ ഞാൻ സമ്മതിക്കില്ല.